Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓട്ടോകാഡിലെ ഫില്ലറ്റ് ടൂളിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഫില്ലറ്റ് ടൂൾ എടുക്കാൻ വേണ്ടി നമുക്ക് മെനു ബാറിൽ മോഡിഫൈ വേണ്ടുള്ള ഓപ്ഷൻ കാണാം. ഈ മോഡിഫൈ വേണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് ഫില്ലറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ ഹോം ടാബ് ഉണ്ട്. ഹോം ടാബിൽ മോഡിഫൈ വേണ്ടുള്ള ഓപ്ഷൻ കാണാം. ഈ മോഡിഫൈ വേണ്ടുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഫില്ലറ്റ് ടൂൾ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫില്ലറ്റ് കമാൻഡിന്റെ ഷോർട്ട് കീ, ഫില്ലറ്റ് കമാൻഡിന്റെ ഷോർട്ട് കീ പറഞ്ഞ എഫ് ആണ്. ജസ്റ്റ് എഫ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഫ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഫില്ലറ്റ് കമാൻഡ് കിട്ടുന്നു കാണാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് എഫ് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. അതിനുശേഷം സെലക്ട് ഫസ്റ്റ് ഒബ്ജക്റ്റ് ആണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് എടുക്കാം. കണ്ട, മൾട്ടിപ്പിൾ, ട്രിം, റേഡിയസ്, പോളിലൈൻ, അൺഡു. ഇതിൽ ഏത് ഓപ്ഷൻസ് ആണ് നമുക്ക് വേണ്ടത്? അതിന്റെ ഫസ്റ്റ് ഒരു ബ്ലൂ കളർ കാണാൻ പറ്റും. ഫസ്റ്റ് PURTM. അപ്പൊ ഒന്നെങ്കിൽ ഇതിന്റെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതിന്റെ ബ്ലൂ കളറിൽ എഴുതിയത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ പോയിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ റേഡിയസ് എടുക്കാൻ വേണ്ടിട്ട് റേഡിയസിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഈ ഫില്ലറ്റ് റേഡിയസ് എത്രയാണോ വേണ്ടത്? ഞാൻ ഇപ്പോൾ ഒരു 5 ആണ് വേണ്ടെങ്കിൽ 5 ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. അതിനുശേഷം ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒബ്ജക്റ്റ്, അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റ് ഏത് ഒബ്ജക്റ്റ് ആണോ ഫില്ലറ്റ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഫില്ലറ്റ് ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. നമ്മൾ കൊടുത്തത് 5 സെന്റിമീറ്റർ റേഡിയസ് ആണ്. ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആ റേഡിയസ് കൊണ്ടുള്ള ഓപ്ഷൻ എടുക്കുക. നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആർക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ട, 5 സെന്റിമീറ്റർ റേഡിയസ് തന്നെയാണ് അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷനിൽ കൊടുക്കണം വിചാരിക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ സിംഗിൾ, അതായത് ഇവിടെ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഒറ്റ ടൈമിൽ ഫില്ലറ്റ് എടുത്തിട്ട് ഈ ഒരു കോർണറിലും നമുക്ക് ഫില്ലറ്റ് കൊടുക്കണമെങ്കിൽ അതിന് മൾട്ടിപ്പിൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് ഫില്ലറ്റ് കൊണ്ട് കമന്റ് ചെയ്യാൻ വീണ്ടും എടുക്കണം. എഫ് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം മൾട്ടിപ്പിൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. മൾട്ടിപ്പിൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് പ്രീവിയസ്ലി ടൈപ്പ് ചെയ്ത അതേ റേഡിയസ് 5 സെന്റിമീറ്ററിനാണ് വേണ്ടെങ്കിൽ നേരെ നമുക്ക് ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുക, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുക. അതായത് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോയാൽ മതി. ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുക, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുക. വീണ്ടും ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുക, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഒബ്ജക്ട്, സെക്കൻഡ് ഒബ്ജക്ട്. ഇവിടെ ലൈൻസ് ആണ്, ഇവിടുത്തെ ഒബ്ജക്ട് ലൈൻ ആണ്, അതുകൊണ്ട് ലൈൻ എന്ന് പറയും. വീണ്ടും ഫസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക, സെക്കൻഡ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. ഇനി ഫില്ലറ്റിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ജസ്റ്റ് എസ്കേപ്പ് ടൂൾ പ്രസ് ചെയ്യുക. ഇനിയിപ്പോ നമുക്ക് വേറെ റേഡിയസിലാണ് ചെയ്യേണ്ടി വരിക. ഞാൻ ഈ ഒരു റെക്ടാംഗിൾ നമുക്ക് 4 സൈഡിലും ഒരു 10 സെന്റിമീറ്ററിൽ അല്ലെങ്കിൽ 7 സെന്റിമീറ്ററിലാണ് വേണ്ടതെങ്കിൽ എഫ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം ഞാൻ മൾട്ടിപ്പിൾ കൊണ്ടുള്ള ഓപ്ഷൻ എടുത്തു. അതിനുശേഷം വീണ്ടും റേഡിയസ് കൊണ്ടുള്ള ഓപ്ഷൻ എടുത്തതിനു ശേഷം 5 വരെ 7 ആണ് മാറ്റുന്നത്. 7 സെന്റിമീറ്റർ ആക്കി. 7 സെന്റിമീറ്റർ ആക്കിയതിനു ശേഷം ഫസ്റ്റ് ഒബ്ജക്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. വീണ്ടും ഫസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക, സെക്കൻഡ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. വീണ്ടും ഫസ്റ്റ് ഒബ്ജക്ട്, സെക്കൻഡ് ഒബ്ജക്ട്, വീണ്ടും ഫസ്റ്റ് ഒബ്ജക്ട്, സെക്കൻഡ് ഒബ്ജക്ട്. ഇനി ഫില്ലറ്റിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ജസ്റ്റ് എസ്കേപ്പ് അടിക്കുക. നിങ്ങൾക്ക് ഈ ഒരു കർവിന്റെ റേഡിയസ് ചെക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും റേഡിയസ് കമന്റ് എടുക്കുക. അതിനുശേഷം ഈ ഒരു കർവ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. കണ്ട, 7 സെന്റിമീറ്ററിലാണ് ഫോം ആയിട്ടുള്ളത്. ഇനി നമുക്ക് പോളിലൈനിൽ ഒറ്റയടിക്ക് പോളിലൈനോ അല്ലെങ്കിൽ റെക്ടാംഗിൾ, ഞാനിവിടെ റെക്ടാംഗിൾ ജസ്റ്റ് വെച്ചു കൊടുക്കുകയാണ്. റെക്ടാംഗിൾ ക്രിയേറ്റ് ആവുക ഒറ്റ സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും. അതായത് പോളിലൈൻ പോലെ റെക്ടാംഗിൾ വെച്ച് കൊടുത്തു. ഇനി പോളിലൈൻ യൂസ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുകയാണ്. പോളിലൈൻ എടുത്തു. അതിനുശേഷം പോളിലൈൻ യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് സിംഗിൾ സെലക്ഷനിൽ 4 കോർണറിലും, അതായത് ഇവിടെ സിംഗിൾ സെലക്ഷനിൽ, അതായത് പോളിലൈൻ ഒബ്ജക്റ്റിൽ, അതേപോലെ ഇവിടെ ഈ ഒരു കോർണറിൽ ഒറ്റ ടൈമിൽ നമുക്ക് ഫില്ലറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഫില്ലറ്റ് കമന്റ് എടുക്കാനായിട്ട് എഫ് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ഞാൻ ഈ ഒരു പോളിലൈനിലാണ് മാറ്റം വരുത്തുന്നത്. പോളിലൈൻ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോളിലൈൻ സെലക്ട് ചെയ്തു. ഇനി റേഡിയസ് എത്രയാണ് വേണ്ടത്? ഞാൻ റേഡിയസ് ഇവിടെ 3 ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതായത് റേഡിയസ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 3 ആണ് വേണ്ടെങ്കിൽ 3 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ പോളിലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ പോളിലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ട എറ്റ് ടൈം തന്നെ ഈ ഒരു ഏരിയയിലും ഈ ഒരു കർവ് എല്ലാ കോർണർ പോയിന്റിലും എറ്റ് ടൈം കർവ് ക്രിയേറ്റ് ആയി. റേഡിയസ് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ടൂൾ യൂസ് ചെയ്യുക, ചെക്ക് ചെയ്യുക. കണ്ട, റേഡിയസ് 3 ആണ്. അതേപോലെ ഈ റെക്ടാംഗിളിൽ നമുക്ക് എറ്റ് ടൈമിൽ 4 കോർണറിൽ 5 സെന്റിമീറ്റർ റേഡിയസിൽ ഫില്ലറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫില്ലറ്റ് കമന്റ് എടുക്കുക, എഫ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം പോളിലൈൻ കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം റേഡിയസ് കൊണ്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, 5 സെന്റിമീറ്റർ റേഡിയസ് കൊടുക്കുക. അതിനുശേഷം ആ ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ 4 കോർണറിൽ എറ്റ് ടൈം നമുക്ക് ഫില്ലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫില്ലറ്റ് നമുക്ക് ഇങ്ങനെ 2 ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ 2 ഒബ്ജക്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് നമുക്ക് കൂട്ടിമുട്ടാൻ പറ്റും.
കണ്ട ഈ രണ്ട് പോയിന്റ് കോർണർ പോയിന്റ് നമുക്ക് ഇന്റർസെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫില്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് F ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക, സെക്കൻഡ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസിൽ എത്രയായിരുന്നു റേഡിയസ് എമൗണ്ട്, ആ എമൗണ്ടിലാണ് നമുക്ക് ഫില്ലറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഫില്ലറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കോർണർ എനിക്ക് ഫില്ലറ്റ് ചെയ്യണം, പക്ഷെ അതേപോലെ കർവ് വേണ്ട, ജസ്റ്റ് ഫില്ലറ്റ് മതി എങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഫില്ലറ്റ് F ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എന്നിട്ട് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ കർവാണ് ക്രിയേറ്റ് ആവുന്നത്. ആ ടൈമിൽ കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ വേണ്ട ഈ കർവ് കോർണർ ആവുന്ന കാണാൻ പറ്റും. കണ്ട ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ കർവ് കോർണർ ആവുന്ന കാണാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് പറഞ്ഞാൽ ഫില്ലറ്റ് എടുക്കുക, അതിനുശേഷം റേഡിയസ് എമൗണ്ട് എടുക്കുക. റേഡിയസ് എമൗണ്ടിൽ ഇപ്പൊ 5 ആണ് എടുക്കുന്നത്. ആ 5 മാറ്റി 0 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. അതിനുശേഷം ജസ്റ്റ് ഫസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം സെക്കൻഡ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് ഫില്ലറ്റ് കോർണർ ആയിട്ട് മാറ്റാൻ പറ്റുക. രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഫില്ലറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫില്ലറ്റ് ചെയ്യുമ്പോൾ F അടിക്കുക, റേഡിയസ് എത്രയാണോ വേണ്ടത് റേഡിയസ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 5 ആണ് വേണ്ടെങ്കിൽ 5 ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തിരിക്കുക. അതിനുശേഷം ഏത് ലൈനാണ് സെലക്ട് ചെയ്യുന്നത് ആ ഒരു അവിടേക്ക് 5 സെന്റിമീറ്റർ റേഡിയസിൽ ഫില്ലറ്റ് ക്രിയേറ്റ് ആവുന്ന കാണാൻ പറ്റും. ഞാൻ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുന്നതിനും ഇവിടേക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ക്രിയേറ്റ് ആവുക. അതേപോലെ ഈ ഒരു പോയിന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രീവിയസ്ലി യൂസ് ചെയ്ത കമന്റ് ഫില്ലറ്റിനായതുകൊണ്ട് ജസ്റ്റ് സ്പേസ് ബാറോ അല്ലെങ്കിൽ എൻ്റർ കീയോ ടൈപ്പ് ചെയ്താൽ പ്രസ് ചെയ്താൽ നമുക്ക് അതേ കമന്റ് കിട്ടും. ഞാൻ ജസ്റ്റ് സ്പേസ് ബാർ പ്രസ് ചെയ്തു, അതിനുശേഷം ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു. ഇങ്ങോട്ട് പോവാണെങ്കിൽ ഇങ്ങോട്ട് ഫില്ലറ്റ് ക്രിയേറ്റ് ആവുന്ന കാണാൻ പറ്റും, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് ആവുന്ന കാണാൻ പറ്റും. ജസ്റ്റ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫില്ലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫില്ലറ്റ് ആണെങ്കിൽ നമുക്ക് സർക്കിളിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സർക്കിൾ ക്രിയേറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഫില്ലറ്റ് അടിക്കുക. റേഡിയസ് മാറ്റണമെങ്കിൽ റേഡിയസ് ടൈപ്പ് കൊടുക്കുക. അതിനുശേഷം 5 വരെ ഒരു 8 ആണ് വേണ്ടെങ്കിൽ 8 ടൈപ്പ് കൊടുക്കുക. ഫസ്റ്റ് ഒബ്ജക്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സെക്കൻഡ് ഒബ്ജക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതേ കമന്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഫില്ലറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ യൂസ് ചെയ്യട്ടെ, നേരത്തെ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് F ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. അതിനുശേഷം ഫസ്റ്റ് ഒബ്ജക്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു, സെക്കൻഡ് ഒബ്ജക്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് പ്രീവിയസിൽ യൂസ് ചെയ്ത അതേ റേഡിയസ് നമുക്ക് തന്നെ കിട്ടും. ഈ രണ്ട് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് വരുന്നതെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈൻസ് കർവ് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യാനും ഫില്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് F ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ഫസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം സെക്കൻഡ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഫില്ലറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫില്ലറ്റിൽ തന്നെ ട്രിം കൺട്രോൾ ഓപ്ഷൻ ഉണ്ട്. ട്രിം കൺട്രോൾ ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം F ടൈപ്പ് ചെയ്തു, ഫില്ലറ്റ് ഓപ്ഷൻ എടുത്തു, ജസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഫസ്റ്റ് ഒബ്ജക്റ്റും സെക്കൻഡ് ഒബ്ജക്റ്റും സെലക്ട് ചെയ്തു. അപ്പൊ നമുക്കൊരു പ്രീവിയസിൽ എത്രയായിരുന്നു റേഡിയസ്, ആ റേഡിയസിൽ ഇവിടെ കർവ് ക്രിയേറ്റ് ചെയ്തു. ഈ കർവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി ഉണ്ടാകുന്ന കോർണർ ഷേപ്പ് പോയി. ആ കോർണർ ഷേപ്പ് പോകാതെ തന്നെ ഈ കർവ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രിം കൺട്രോൾ ഓപ്ഷൻ ഫില്ലറ്റിലുണ്ട്. അതിനായിട്ട് ഞാൻ F ടൈപ്പ് ചെയ്തു. അതിനുശേഷം ട്രിം കൺട്രോൾ ഓപ്ഷൻ ഉണ്ട്. ട്രിം കൺട്രോൾ ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ ഇപ്പൊ കിടക്കുന്നത് ട്രിം കൺട്രോൾ ഓപ്ഷൻ ആണ്. അതായത് ഒറിജിനൽ ഉണ്ടാകുന്ന പോർഷൻ ട്രിം ചെയ്ത് പോകണമെന്നാണ് അതിന്റെ അർത്ഥം. അതിന് ഞാൻ നോ ട്രിം എന്ന ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം റേഡിയസ് കൊടുത്തു, റേഡിയസ് 8 പകരം 10 ആക്കി മാറ്റി. അതിനുശേഷം ഞാനിപ്പോ ഫസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്തു, സെക്കൻഡ് ഒബ്ജക്ട് സെലക്ട് ചെയ്തു. നമുക്ക് ഓൾറെഡി ഉണ്ടാകുന്ന കോർണർ ഷേപ്പ് അവിടെ പോവുകയും ചെയ്തില്ല, നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫില്ലറ്റ് ഷേപ്പ് അവിടെ ഉണ്ടാവുകയും ചെയ്തു. നമുക്ക് ഇനി നമ്മൾ വീണ്ടും ഫില്ലറ്റ് ഓപ്ഷൻ എടുത്ത് ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അത് F ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു, ഫസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്തു, ഫസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്തു, സെക്കൻഡ് ഒബ്ജക്ട് സെലക്ട് ചെയ്തു. ഇനി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എങ്ങനെയായിരിക്കും ക്രിയേറ്റ് ആവുക. അത് ജസ്റ്റ് ഇനി മാറ്റണമെങ്കിൽ ഓൾറെഡി ഉണ്ടാകുന്ന കണ്ടീഷനിലേക്ക് പോകണമെങ്കിൽ, ഡിഫോൾട്ട് കണ്ടീഷനിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് F ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ട്രിം കൺട്രോൾ ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിലെ നോ ട്രിം കൺട്രോൾ ഓപ്ഷൻ ജസ്റ്റ് മാറ്റി ട്രിം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് വരച്ചു കൊടുത്താൽ പഴയ സ്ഥിതിയിലേക്ക് തന്നെ കിട്ടും. നമുക്ക് അതായത് ഫില്ലറ്റ് റേഡിയസ് മാത്രം കിട്ടും, ഈ കോർണർ ഷേപ്പ് ഡിലീറ്റ് ആവും, അങ്ങനെ കിട്ടും. ഇത്രയാണ് ഫില്ലറ്റ് ടൂൾ പഠിക്കാനുള്ളത്.